ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക. ഓക്കെ, ഞങ്ങൾ ഇന്ന് ആലപ്പുഴയിൽ ഒരു അന്ധകാരനഴി ബീച്ച് കാണാനായിട്ട് പോയി. ആ ഒരു ബീച്ച് ഒരു ഒന്നൊന്നര ബീച്ച് തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ട് കണ്ടതാണ് ആ ബീച്ച്. നല്ല തിരമാലകളും എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ നട്ടപ്ര വെയിലത്താണ് ഞങ്ങൾ പോയത്. ഇത്രയും പ്രശ്നം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. കാരണം ചൂട് അന്യായ ചൂടായിരുന്നു, കടലിൽ ശോഭിച്ചിരിക്കുന്ന സമയവും. അങ്ങനെ ഞങ്ങൾ ആ വെയിലത്തോടെ ഞങ്ങൾ നടന്ന് ഞങ്ങൾ ബീച്ചിലേക്ക് പോയി കഴിഞ്ഞ് കുറേ ദൂരം കുറച്ചാണ്ട് നടക്കണം. നമ്മൾ നല്ല വെയിലുണ്ട്. ആ വെയിലത്ത് ഞങ്ങൾ വളരെ അവശതയായിട്ട് ഞങ്ങൾ വന്നത്. ഒരു മണി നേരത്ത് എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും, ബീച്ചിൽ നല്ല വെയിലല്ലേ. അപ്പോൾ അവിടെ ആരുമില്ല. എല്ലാ ആൾക്കാരും വൈകിട്ടാണ് ബീച്ചിലേക്ക് വരുന്നത്. ഒരു 5 മണിക്ക് ശേഷമാണ് ബീച്ചിലേക്ക് വരുള്ളൂ. അപ്പോഴേക്കും അവിടെ ആൾക്കാരുകളൊക്കെ ഒത്തിരി ഉണ്ടാവും. വഞ്ചിയുടെ ആൾക്കാരുണ്ടാവും, മീൻ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ മെയിനായിട്ട് അവിടെ ഉള്ളത് തിരമാല വന്ന് അങ്ങനെ കളിക്കാൻ നല്ലൊരു രസമാണ് സന്ധ്യ നേരത്തൊക്കെ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ മണലുകൾ ഇങ്ങനെ കൂന കൂട്ടി ഞങ്ങൾ പോകുമ്പോഴേ ഓരോ സ്ഥലത്ത് ഓരോ വീടിൻ്റെ ഭാഗത്തൊക്കെ അതേപോലെ കാണുന്ന പോലെ തന്നെ മണലുകൾ ഒത്തിരി വന്ന് കയറി കിടക്കുന്നുണ്ട്. പിന്നെ വേസ്റ്റുകൾ, പിന്നെന്താ തിരമാലകൾ ഇങ്ങനെ വന്ന് കയറി ഞങ്ങൾ അതിൽ കളിച്ചെന്ന് പറയുന്നത് കടലമ്മ കല്യാന്നൊക്കെ എഴുതിയിടും. അപ്പോൾ ഞങ്ങൾക്കൊരു രസം. അങ്ങനെ എഴുതിയിട്ട് മാച്ച് കളയണമെന്ന്. അപ്പോൾ ഞങ്ങൾ എഴുതിയിടുന്ന ഭാഗങ്ങളാണ് അതൊക്കെ. തിരമാലകൾ വന്ന് അത് മാച്ച് കളയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ വന്ന് കളിച്ച് ചിരിച്ച് ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങൾ 5-8 പേരുണ്ടായിരുന്നു. എല്ലാവരും കൂടി അതിൽ വന്ന് പങ്കെടുത്തു. കുറച്ച് സമയം ഞങ്ങളവിടെ ചിലവഴിച്ചു. അത് കഴിഞ്ഞ് അതിനകത്ത് കരിക്കട്ടകളൊക്കെ കിടപ്പുണ്ട്. പക്ഷെ അപ്പം ഞങ്ങൾ വിചാരിച്ചത് എന്താണ് ഇവിടെ കരിക്കട്ട കിടക്കണേന്ന് വിചാരിച്ചു. ചെറിയ ചെറിയ കരിയുടെ കഷ്ണങ്ങളൊക്കെ കിടക്കണത്. പിന്നെ ചെറിയ കമ്പുകൾ കത്തിയതൊക്കെ കിടക്കണുണ്ട്. അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്തിട്ടാണാവോ ഇതിങ്ങനെ വന്ന് അടിഞ്ഞ് ഈ അരിയത്തൊക്കെ കിടക്കണേന്ന്. കുറേ സമയം ഞങ്ങളങ്ങനെ കളിച്ചു. പിന്നെ ചെറിയ ഞണ്ടുകൾ വന്നിരുന്നു. ഞണ്ടുകൾ, ചാവാത്ത ഞണ്ട്, കുഞ്ഞു ഞണ്ടുകളൊക്കെ വന്നിട്ടുണ്ടായി. ഞണ്ടുകൾ വീണ്ടും കടലിലേക്ക് പോവും. ഞങ്ങളങ്ങനെ ഐറ്റങ്ങളൊക്കെ കണ്ട് കളിച്ചും ചിരിച്ചും തിരമാല വരുമ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞങ്ങളങ്ങോട്ട് വലിച്ച് കൊണ്ടുപോകുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. വലിയ തിരമാല വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ദൈവമേ കാലൊക്കെ മണലിൽ താത്തി വെക്കിയത്. അങ്ങനെ താത്തി വെച്ച് നിന്നും. കൊച്ചിനൊക്കെ പേടിയായിട്ട് കൊച്ചു കയറി പോകുന്നതിൻ്റെ ഭാഗം കേട്ടോ. ആ തിരമാല കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ വലിയ തിരമാലയാണല്ലോ എന്ന്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രസമാണ് കാണാനായിട്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കടലമ്മ കല്ലിന്നൊക്കെ ഞങ്ങൾ എഴുതിയിടുമായിരുന്നു. അവരൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടു, ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടു. അപ്പോൾ അതൊക്കെ മാച്ച് പോകുന്നുണ്ട് കണ്ടോ. നല്ല രസമായിരുന്നു തിരമാലകൾ. കുറേ ആഴത്തിൽ നിന്ന് ഇങ്ങോട്ട് വരും. പിന്നെ എന്തെന്ന് പറയാം, ബോട്ടിൻ്റെ വഞ്ചിയുടെ ആൾക്കാരുകളൊന്നും അവിടെ ഉണ്ടായില്ല. അവരൊക്കെ ഈ ഉച്ച സമയമായ കാരണമായിരിക്കാം. അവർ വല നെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, വഞ്ചി നന്നാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ വഞ്ചി നന്നാക്കുന്ന ആൾക്കാരൊന്നും പിന്നെ അവിടെ കണ്ടില്ല. അതിന് ശേഷം ഞങ്ങൾ ഈ സംഭവം ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിതാഭസ്മം കൊണ്ട് ഒഴുക്കണ ഒരു പ്രദേശം എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. അപ്പോൾ ഒരു ചാക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചാക്കിനകത്ത് ഞാനൊക്കെ വിചാരിച്ചു മീനെ പിടിക്കുന്നതാന്ന്. ചാക്ക് ഇങ്ങനെ 2 പേര് വെച്ചിട്ട്. പക്ഷേ അതിൻ്റെ വേസ്റ്റ് കളഞ്ഞത് പിന്നീടാണ് മനസ്സിലായത്. കുറേ പേര് ഇതിൻ്റെ ഇടയ്ക്ക് വണ്ടിക്ക് വന്നുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഈ ഭസ്മം ഒഴുക്കണ അങ്ങനെ കത്തിച്ചിട്ട്, ബോഡി കത്തിച്ചിട്ട് അതിൻ്റെ ഭസ്മം കൊണ്ടുവന്ന് കടലിൽ ഒഴുക്കണ ഭാഗമാണ് ഞങ്ങൾ കണ്ടത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അതങ്ങനെ ഒഴുക്കി കളഞ്ഞ് അവർ കയറി പോയപ്പോഴാണ് ആലോചിച്ചത് ഈ സംഭവം കരിയുടെ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നത് അതാണ്. അപ്പോൾ എനിക്കൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയവർക്ക് ഇത് എന്താണാവും ഇങ്ങനെ. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ഒരു 3-4 വണ്ടിക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഭസ്മം ഒഴുക്കി കളയാൻ. ഭസ്മം തന്നെയാണോ എനിക്കറിയില്ല ശരിക്കും. ചിത കത്തിച്ചിട്ടുള്ള ഇത് കൊണ്ടുവന്നൊരു കുടം പോലുള്ള ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടുന്ന ഭാഗമാണ് കാണുന്നത്. എന്നിട്ട് അവർ മുങ്ങി കയറി അവർ 3-4 പേര് കുളിക്കല്ല, നനഞ്ഞ് കയറിയവർ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ തുണികളൊക്കെ ആ സാധനങ്ങളൊക്കെ തിരമാല അടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഉള്ളിലേക്ക് കൊണ്ടുപോകും. നമ്മളിത് ആദ്യമായിട്ട് കണ്ടാൽ ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. ഈ കരിയുടെ കഷ്ണവും ഈ ഭസ്മൊക്കെ ഇനി ഇത് എന്തിട്ടാണാവോ നമുക്കിവിടെ ദോഷം ഉണ്ടാവുമെന്ന് വിചാരിച്ച് അങ്ങനെ പേടിച്ച് ഞങ്ങൾ വേഗം കയറിപ്പോന്നു. അവർ പോയിട്ടുണ്ടായില്ല. എനിക്കത് ഉള്ളിൽ ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു ഭയം നമ്മളെ അലട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഇതൊക്കെ
അവിടുത്തെ വേസ്റ്റുകളാണ്. ബീച്ചൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.